ഉമ്മാനെ കുറിച്ച് പാടുവാനായി തീർത്ത വെയിറ്റിയാണ്. ഐ വെൽക്കം ഹർ ഓൺ ടു ദി ഫ്ലോർ ഓഫ് ഈസ്റ്റേൺ കുട്ടിക്കുട്ടി കുട്ടിപ്പട്ടുറുമാൽ. തീർത്ത, ഞാൻ നേരത്തെ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനെ കൂട്ടാണ്. ബിക്കോസ് കാണാൻ ഒരുപോലെ ഉണ്ടാവും. അതുപോലെ ആട്ടോ തീർത്ഥയുടെ അമ്മയും ഒരുപോലെ ആട്ടോ കാണാൻ. എന്നാലും അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് തീർത്ത കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹായ് അമ്മ, ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, അത് എനിക്ക് ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടാറില്ല. അമ്മ നന്നായി പാട്ട് പാടും, എന്നെ കവിതയൊക്കെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അമ്മയുടെ കയ്യിലുള്ള സാധനം എന്താ വെച്ചാൽ അത് വെച്ച് തന്നെ അടിക്കും. അപ്പോൾ കുറച്ചേരൊക്കെ വിഷമമുണ്ടെങ്കിൽ പിന്നെ ഞാൻ അമ്മയോട് വേഗം കൂട്ടുകൂടും. അമ്മ എപ്പോഴും എന്നോട് ഫ്രണ്ട്ലി ആയിട്ടാണ് കൂടുതൽ സമയം അടിക്കുക. പിന്നെ എൻ്റെ കുസൃതി ഓരോന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം പിടിക്കും. അമ്മയ്ക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ മറ്റുള്ള കുട്ടികളെ മുന്നിന്നോ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ മുന്നിന്നോ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും. ഇതേ ഇഷ്ടമല്ല. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു അമ്മ. അമ്മയാണ് എന്നുമെൻ്റെ ഉറ്റ സഹായി, ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. ഉമ്മയാണ് എന്നുമെൻ്റെ ഉറ്റ സഹായി, ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി.
ഉറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. എത്ര വളർന്നാലും ഉമ്മ തന്നോർമ്മ എന്നും കൽവിൽ കാന്തിയോടെ നിൽക്കും വളർമ്മ. ഉമ്മയുടെ കാലടിയിൽ സ്വർഗമെന്നല്ലേ മുത്ത് റസൂൽ ചൊല്ലിയത് എത്ര നേരാണ്. ഉമ്മയാണ് എന്നുമെൻ്റെ ഉറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. ഉമ്മയാണ് എന്നുമെൻ്റെ ഉറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. തീർത്ത ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി ഉണ്ടായി അതില്, സ്വന്തം ദുഃഖം മറച്ചു വെച്ചിട്ട് എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ എന്ന്. സത്യമാണല്ലേ? എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് കാണിക്കൂല. അതാണ് നമ്മുടെ പാരൻസ്, സ്പെഷ്യലി ഉമ്മമാര്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ സൈഡിൽ നിന്ന് അമ്മമാർക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെപ്പോഴും സന്തോഷിച്ചിരിക്കാനാണ് അവർക്ക് ആഗ്രഹം അല്ലേ? അപ്പം എന്തായാലും ഭയങ്കര അസലായിട്ട് പാടി. നമുക്ക് അമ്മേനെ സ്റ്റേജിലേക്ക് വിളിക്കാം. വിളിച്ചോ. ഉമ്മയാണ് എന്നുമെൻ്റെ ഉറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. ഉമ്മയാണ് അപ്പം നമുക്ക് ബിന്ദു ടീച്ചർ എന്ന് വിളിക്കാം. ഞാൻ അറിഞ്ഞു, കേട്ടറിഞ്ഞതാണ് കേട്ടോ, കവിയത്രിയും കൂടിയാണ് എന്ന് കേട്ടറിഞ്ഞു. പാട്ട് പാടുമെന്ന് തീർത്ത പറഞ്ഞിരുന്നു. കവിത എഴുതും, കവിത ചൊല്ലും എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. അങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടി കവിതകളൊക്കെ എഴുതുക, അത്രേ ഉള്ളൂ. പിന്നെ പാടുക എന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നും പാടാനൊന്നും അറിയില്ല. കവിതയൊക്കെ ഇങ്ങനെ ചെറുതായി ചൊല്ലും, അത്രേ ഉള്ളൂ. ചൊല്ലും അല്ലേ? കറക്ഷൻ ചെയ്തു തരാറില്ലേ അമ്മ? ചെയ്തു തരാറുണ്ട്. നന്നായിട്ട് പാടൂല്ലേ? ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കവിത ചൊല്ലാവോ? ഇത് അമ്മ റൗണ്ട് ആയതുകൊണ്ട് തന്നെ അമ്മമാരാണ്. എനിക്ക് സത്യം പറഞ്ഞ ഈ റൗണ്ട് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് 2 അമ്മമാരുണ്ട്. ഞങ്ങളെ ഇത്രയും എത്തിച്ചു തന്ന എൻ്റെ അമ്മയും എൻ്റെ ചേട്ടൻ്റെ അമ്മയും. ആ 2 അമ്മമാർക്കുള്ളതാണ് സത്യത്തിൽ ഇന്നിപ്പോൾ മോള് പാടിയ പാട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മമാരെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടുള്ള റഫീഖ അഹമ്മദ് എഴുതിയിട്ടുള്ള ഒരു കവിതയിലെ കുറച്ച് വരികൾ, അതിൻ്റെ ആശയം മാത്രം ബന്ധിപ്പിച്ചിട്ട് ചൊല്ലാം. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നു എന്നു ചോദിച്ചില്ല. എന്തിനെന്നും പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചതു ചാടിക്കുതിക്കുന്നു. ഇങ്ങനെ കൊണ്ടിറക്കേണ്ടു മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ
പെരുക്കുന്നു. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞു നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. കവിത ചൊല്ലിയതും മനോഹരമായിരുന്നു, പക്ഷെ അതിൽ ലിറിക്സ് മനസ്സിൽ തൊട്ടു കേട്ടോ. നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. പോവാം. വലിയൊരു നമസ്കാരം. കാരണം ഇത്ര ഭംഗിയായിട്ടാണ് കവിത ചൊല്ലിയത്. അസലായിട്ട് പാടിയിട്ട് മോള് വെറുതെ അല്ല ഇത്ര സുന്ദരമായിട്ട് പാടുന്നു. മോളുടെ പാട്ടിലോട്ട് വരുമ്പം മോൾ ഭംഗിയായിട്ട് പാടിയത് അസാധ്യമായിട്ട് പാടി. എന്നാലും പതിവിന് വിപരീതമായിട്ട് മോക്ക് 1-2 സ്ഥലത്ത് പിച്ച് ഷാർപ്പാവുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റഡിനെസ് കുറവ്, ഒരിടത്ത് വെള്ളി വീണു കേട്ടോ. അത് അന്ന് പക്ഷെ നമുക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ അസാധ്യമാണ് കേട്ടോ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ പറഞ്ഞു തരാം കേട്ടോ. മോക്ക് നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ്, മോക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ചേച്ചി. നജിംക വളരെ നന്നായിട്ട് പാടി. അമ്മയും സൂപ്പറായിട്ട് പാടി കേട്ടോ. ആ കവിത ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പിന്നെ ഈ പാട്ട് തുടക്കം മാത്രം ഒരു ചെറിയൊരു ഈ ഉമ്മയാണെന്ന് പറഞ്ഞ തുടങ്ങിയില്ലേ, അത് മാത്രം ഇത്തിരി ഷാർപ്പായി പോയി ചില സ്ഥലങ്ങൾ. കാരണം നന്നായിട്ട് വരുമ്പം പിച്ചോട്ട് വരുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ പറ്റിപ്പോയ ഒരു 3-4 സ്ഥലങ്ങൾ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു മാപ്പിളപ്പാട്ടിന്റെ ലോകത്തിരിക്കുകയാണ്. അവിടെ നിന്നും വേറൊരു ലോകത്തേക്ക് അമ്മ കൊണ്ടുപോയി കേട്ടോ. കാരണം വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ മോളുടെ ഇന്നത്തെ സിംഗിങ്ങിൽ എനിക്കൊരു അഭിപ്രായം എന്താ വെച്ചാൽ, മോള് എക്സലന്റ് സിംഗറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും മോളുടെ സിംഗിങ്ങിൽ. പക്ഷേ ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്തിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇനി കൂടുതൽ ശ്രദ്ധിക്കൂ കേട്ടോ നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്. മാർക്സിലേക്ക് പോവാം. നമുക്ക് ആദ്യം ജിഷി ചേച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ചേച്ചി, ഔട്ട് ഓഫ് 30 29 out of 30. Najimka, out of 40 39 out of 40. Sejilata, out of 30 28.5 28.5 out of 30. So in total 96.5 out of 100. Okay, all the best. Thank you, Amma. Thank you.